അപ്പൊ അത്ര താഴ്ചയുള്ളൂ അവിടെ? ഇല്ല, രാവിലെ ആകുമ്പോ പൊങ്ങി വരും പറഞ്ഞു. ഉപ്പിലിട്ട സാധനങ്ങൾ പെറുക്കിക്കൊണ്ട് വന്ന. പിന്നെ ഞങ്ങൾ ഇന്ന് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായി കേട്ടോ. അല്ലേ? 7 എണ്ണം ഉണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എവിടെയാ നമ്മൾ വന്നേക്കുന്നത്? എവിടെയാ ചിങ്കുവളെ? നമ്മളുള്ള ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയില്. അപ്പൊ നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ബീച്ച് അല്ലെ, ബീച്ചാണ് മെയിൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്നവരൊക്കെ ഉണ്ട്. കൂടുതലും ഈ എന്താ പറയുക, ഈ ഐസ്ക്രീം, മാങ്ങ അല്ലെ, അങ്ങനെയൊക്കെ കുറെ വിൽക്കുന്നവരാ കൂടുതലുള്ളത്. പിന്നെ ഞങ്ങൾ ഇന്ന് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായി കേട്ടോ. നല്ല അടിപൊളി ഒരു അല്ലേ, കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരുപാട് ക്ലീൻ ആയി അല്ലേ? കുറച്ച് ക്ലീൻ ആക്കി. ആരാ വന്ന് ക്ലീൻ ആക്കി? എന്തോ റഷ്യക്കാരോ അങ്ങനെ എന്തോ കുറെ വിദേശികൾ വന്നിട്ട് ക്ലീൻ ആക്കി എന്ന് പറഞ്ഞ് ബീച്ച് കുറച്ച് ക്ലീൻ ആക്കി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി വന്നൊന്നല്ല കേട്ടോ, അവര് ക്ലീൻ ആക്കിയെന്ന് അറിയാൻ വേണ്ടി വന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ചവിട്ടി ഇറങ്ങി നടക്കാം കേട്ടോ. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇവിടെ. ഭയങ്കര നമ്മള് ആദ്യം നമുക്ക് ഇവിടുത്തെ കുറച്ച് കച്ചവടക്കാരെയൊക്കെ കാണാം. നിങ്ങൾ കണ്ടതായിരിക്കും, കണ്ടു മുഷിച്ചതായിരിക്കാം. എന്നാലും നമ്മുടെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാ. അതിന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലും നിങ്ങൾക്ക് ലാസ്റ്റ് നല്ലൊരു അടിപൊളി കാഴ്ചയുണ്ട്. അതെ അതെ, അത് കാണിച്ചു തരാം. ഒരു ചേട്ടൻ പട്ടമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതെ അല്ലേ? നമ്മൾ ഇതുവരെ പട്ടം പുറത്ത് നോക്കിയിട്ടില്ല കേട്ടാ. പറത്താൻ അറിയില്ലല്ലോ. നമ്മൾ പറഞ്ഞ ഐസ്ക്രീം കട, ഉപ്പിലിട്ട സാധനങ്ങൾ, ചോളം. ഐസ്ക്രീം വാങ്ങിക്കട്ടെ ചേട്ടാ, മേടിച്ചോ. എന്താണ് പെറുക്കിക്കൊണ്ട് വന്ന. ചിങ്കുവിന് എവിടെ പോയാലും ഇങ്ങനെ കുറെ സംഭവങ്ങൾ പെറുക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ലേ? ഇത് മറ്റേ അറബിക്കടലിന്റെ റാണി എന്ന് പറയുന്നത് റാണി തന്നെയാട്ടോ. രക്ഷയില്ല. കൊച്ചിയിൽ വരുന്നവർ ഉറപ്പായിട്ടും ഫോർട്ട് കൊച്ചി അല്ലേ? ഏറ്റവും കൂടുതൽ ഐസ്ക്രീം കട കേട്ടോ. അതെ, മറ്റേ മാങ്ങയൊക്കെ കുറെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നു കേട്ടോ. പട്ടം പറപ്പിക്കുന്നുണ്ടോ? അതാ പട്ടം വിൽക്കുന്ന ചേട്ടൻ അല്ലേ? ആണോ? അവിടെ ഒരു ചേട്ടൻ ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്, നോക്കിയാലോ? കാണാം, വാ കാണിച്ചു തരാവേ. വെറുതെ നോക്കിയതാ. ഇതെന്തല്ലേ ചേട്ടാ? ഇത് 800. താഴത്തിരിക്കുന്ന വില കൂടും അല്ലേ? അതല്ല, സെയിം തന്നെ. അത് വലുതാണോ ഏറ്റവും താഴെ ഇരിക്കുന്നത്? ഉണ്ട്. ഞങ്ങൾ വന്നപ്പോ ചേട്ടൻ ഇവിടെ ഹംസധ്വനി വർണ്ണം വായിച്ചോണ്ടിരിക്കും കേട്ടോ. അല്ലേ? ശരിയല്ലേ? അതെ. ചേട്ടന്റെ പേരെന്നാ ചേട്ടാ? കൃഷ്ണൻ. എവിടെയാ വീട്? എവിടെയാ? ഫോട്ടോ വെച്ച് തന്നെ സ്വദേശം. അടിപൊളി. ഇത് നമ്മള് മറ്റേ ജാലറ എന്ന് പറഞ്ഞ് പണ്ട് പഠിപ്പിക്കുന്ന അല്ലെ, അക്ഷരം ജാലറ. അതാണോ ചിങ്കു? അതെത്രയാന്ന് ചോദിച്ചു ചിങ്കുന്. അങ്ങനത്തെ സംഭവം 100 രൂപ. രാവിലെ നമ്മളിങ്ങനെ ഒരു വിളക്ക് കത്തിയിട്ട് 2 വടക്കിങ്ങനെ പാടുമ്പോ നമ്മുടെ മനസ്സിനൊക്കെ നല്ലൊരു. രാവിലെ വിളക്ക് കത്തിക്കും ചേട്ടാ, പക്ഷെ പാട്ട് പാടലൊക്കെ എന്തെങ്കിലും ഒരു മന്ത്രമൊക്കെ എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ. പാട്ടുകാരനാ ചേട്ടാ, പക്ഷെ പാട്ട് പാടാൻ മടിയാ. പാട്ടുകാരനാ, പക്ഷെ പാട്ട് പാടാൻ മടിയാ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാം. ആൾക്കാരൊക്കെ ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം. താങ്ക് യു. തിരക്കുണ്ട്. അതെ, ഒത്തിരി പേര് കുട്ടികളായിട്ട് ഈ സമയമായതുകൊണ്ട് ഒരുപാട് പേര് നടക്കാനും
കാറ്റുള്ള നല്ല സുഖം അവിടെ വന്നിരിക്കുമ്പോ ഇപ്പൊ അതെ. ഈ കടലിന് ഒരു ഭയങ്കര സൗന്ദര്യമല്ലേ, നമുക്ക് എത്ര പ്രാവശ്യം വന്നാലും അത് മടുക്കത്തില്ല. അപ്പൊ നമ്മൾ ഇവർക്ക് പറഞ്ഞ സർപ്രൈസ് പൊട്ടിച്ചാലോ? അപ്പൊ നമുക്ക് കണ്ടാലോ? അയ്യേ ഇതാണോന്ന് പറയല്ലേ. നിങ്ങൾ അത് കണ്ടു നോക്കിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്തോ. ഒരു ചെറിയ കപ്പൽ പോകുന്നുണ്ടോ? കണ്ടോ? ആഹാ, അതല്ല വ്യൂ, യഥാർത്ഥ വ്യൂ കാണിക്കൂ. യഥാർത്ഥ വ്യൂ കാണിക്കൂ. കാണിച്ചേക്കാം അല്ലെ. കണ്ട എന്ത് ബ്യൂട്ടിയാന്ന് നോക്കിയേ. അസ്തമയ സൂര്യൻ. ഇത് നേരിട്ട് കാണുന്ന ഒരു സൗന്ദര്യമുള്ള, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതെ 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 അതെ. ഓ കടലിന്റെ ആ കളറ് കണ്ടോ, അത് റിഫ്ലക്ട് ചെയ്യുന്ന നോക്കിയേ. എന്ത് കളറാണ്, റെഡ് ആണോ ഒരു എന്താ പറഞ്ഞ തീമഞ്ഞ കളർ. ഇതല്ല കേട്ടോ, നിങ്ങൾ എല്ലാരും പറയണം കേട്ടോ ഒരു അല്ലെ. അതെ, എവിടെയാണല്ലോ ഒരു ബീച്ചിൽ പോയിട്ട് മസ്റ്റ് ആയിട്ട് സമയം കാണണം. ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എത്ര നമ്മള് അല്ലെ പറഞ്ഞാലോ ഇങ്ങനെ വീഡിയോ കാണിച്ചാലോ ഒന്നും മനസ്സിലാവത്തില്ല. അത് നേരിട്ട് കണ്ട് തന്നെ ആസ്വദിക്കണം. കണ്ടോ കണ്ടോ. അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, അത് ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അയ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മള് നേരിട്ട് കാണുമ്പോ ആണല്ലോ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ആണല്ലോ. അതെ 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 അതെ. നാച്ചുറൽ ആയിട്ട് വരുന്നു പോകുന്നു. അത് എത്ര അത് സൂര്യാസ്തമനോ അതെ, സൂര്യോദയോ അതെ അല്ലെ, രണ്ടും അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് നമുക്ക് ഇപ്പൊ നിങ്ങക്ക് ഇതിനകത്തൂടെ ആകുമ്പോ ഈ ക്യാമറകളെ കാണുമ്പോ എത്ര ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള അറിയത്തില്ല. എന്നാലും ഞങ്ങൾ ഇതിനെ വന്നപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി. അതേ താന്ന് താന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു ചുവന്ന ഗോളം അല്ലേ. കാണി കാണി കണ്ണിറങ്ങി പണ്ടൊക്കെ രാത്രിയാകുമ്പോ പിന്നെ രാത്രി സൂര്യൻ എവിടെ പോകുന്നിരിക്കുമ്പോഴത്തേന് പറയാം അന്ന് കടലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കടലൊന്നും കണ്ട അന്നേരം പറയും സൂര്യൻ കടലില് മുങ്ങി പോകുമെന്ന് പറയും. അയ്യോ അപ്പൊ ഞാൻ ചോദിക്കും അയ്യോ മുങ്ങിപ്പോയൊന്നും പറ്റത്തില്ലെന്ന് ചോദിക്കും. ഇല്ല രാവിലെ ആകുമ്പോ പൊങ്ങി വരുമെന്ന് പറയും. ഞാൻ ഓർത്തോണ്ടിരുന്ന സൂര്യൻ ഇങ്ങനെ കടലിൽ മുങ്ങിപ്പോയിട്ട് പൊങ്ങി വരും, അങ്ങനെ വിശ്വസിച്ചോണ്ടിരുന്നു കേട്ടോ. അങ്ങനെ പോയി കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? സെൻട്രലായിട്ട് ചെറിയൊരിത് അയ്യോ ചിരവല പൊക്കുന്നുണ്ട് കേട്ടോ. മീനുണ്ടാവുന്ന അറിയത്തില്ല, കാണാൻ പറ്റുമോന്നല്ലേ. കാണാൻ പറ്റുമോ, മീനുണ്ടോന്നും അറിയത്തില്ല, അത് കാണാൻ പറ്റുമോന്നും അറിയത്തില്ല. നല്ല രസമല്ലേ. അതെ, പകലാണെങ്കിൽ അതിലിങ്ങനെ മീൻ കിടന്ന് ചാടുന്ന കാണാൻ പറ്റും അല്ലേ. കുറച്ച് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട് കുറച്ച്. അതേ കണ്ടോ, അത് തുള്ളണ. നമുക്ക് അത് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. തിളങ്ങുന്നുണ്ടോ വലയെക്കൂടെ? അത് മീനാണ്. കണ്ടോ ചിങ്കു? കണ്ടോ കണ്ടോ. ഉണ്ട് കേട്ടോ. ഇങ്ങനെ കയ്യിൽ പിടിക്കുമല്ലേ, ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചാടുന്നത്. അത് എതിലെ കേട്ടോ അവരത് എടുക്കുന്നേ. അതേ എടുക്കുന്നത് കണ്ടോ. വേറൊരു മറ്റേ കോരുന്ന ഒരു അരിപ്പ പോലത്തെ ഒരു സാധനം കണ്ടോ. അത് തന്നെ ഫിഷ് ടാങ്കിൽ നിന്നൊക്കെ എടുക്കുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ. അതിനകത്ത് കണ്ടോ മീൻ കണ്ടോ. കണ്ടോ അതേ കൊണ്ടിരുന്നു മീന്. ഫ്രഷ് മീന അല്ലേ, നല്ല വിലയായിരിക്കും. അയ്യോ കണ്ടോ, എത്ര 5-6 ഉണ്ടല്ലേ. 3, 6, 7 എണ്ണം ഉണ്ട്. അയ്യോടാ കാണാൻ രസമല്ലേ. എന്ത് ചെയ്യണോ അതിന്റെ അമ്മ അല്ലേ ചിങ്ങമ്മ. ഇവിടെ നോക്കി, ഇവിടെ കൊട കണ്ടോ. ആന. ഇതാ മറ്റേ മൈലാഞ്ചി ആ സാധനമാണോ മറ്റേ കയ്യില് മുത്തുക്കുട പോലത്തെ സാധനം അല്ലേ. മുത്തുക്കുടയല്ല, ഇതാ മറ്റേ കയ്യില് മറ്റേ അതല്ലേ സംഭവം. ഇതേ ഉത്സവത്തിനൊക്കെ നമ്മള് അച്ചു കുത്തുന്നല്ലേ. കൊറേ ഡിസൈൻസ് അല്ലേ. ചെറുതും ഉണ്ട് ചെറിയ ചെറിയ വള്ളം. എത്ര നേരത്തെ പണിയല്ലേ ഓരോരുത്തരുടെ, എത്ര നേരത്തെ ജോലി കഴിഞ്ഞു. ഇതന്നെയാ സംഭവം. ഇത് കേട്ടി ഓരോ ടോണാ. കൊള്ളാല്ലേ.
ഏട്ടന് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങൾ കണ്ടല്ലോ ഏട്ടാ. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സൺസെറ്റ് അല്ലേ? അതെ, കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ വീഡിയോ നിങ്ങൾ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് അതുപോലെ സപ്പോർട്ട് വരുന്നതുകൊണ്ട് നമുക്കും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആണ്. പ്രചോദനമുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അതെ, നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ